പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ 1967 അതിർത്തികളോടെ പലസ്തീൻ രാജ്യം വേണമെന്ന് വീണ്ടും സൗദി മന്ത്രിസഭ. വെടിനിർത്തലിലേക്ക് നയിച്ച ഷറം അൽ ഷെയ്ഖ് സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തെ സൗദി മന്ത്രിസഭ സ്വാഗതം ചെയ്തു. ഗസയിലേക്കുള്ള സഹായം സൗദി അറേബ്യ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ വിവിധ വസ്തുക്കളുമായി 68ാമത്തെ വിമാനവും ഈജിപ്തിലെത്തി. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വീണ്ടും ഫലസ്തീൻ രാഷ്ട്രം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇതു പിറക്കാതെ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകില്ല. കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ രാജ്യം 1967 അതിരുകളോടെ പിറക്കണമെന്ന് മന്ത്രിസഭ ആവർത്തിച്ചു. ഇതിനിടെ ഫലസ്തീനിലേക്കുള്ള സഹായം സൗദി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതൽ ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിച്ചു. തെക്കൻ ഗസയിൽ ഒരുക്കിയ സൽമാൻ രാജാവിന്റെ പേരുള്ള റിലീഫ് കേന്ദ്രം ഭക്ഷ്യവസ്തുക്കൾ കൈമാറുന്നത് തുടരുകയാണ്. വിമാനമാർഗം മരുന്ന്, ആശുപത്രി ഉപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, താൽക്കാലിക തമ്പുകൾ എന്നിവയാണ് എത്തിക്കുന്നത്. ഇവ കരമാർഗം ട്രക്കുകളിൽ ഗസയിലെത്തിക്കുന്നു. നേരത്തെ സാമ്പത്തിക സഹായവും ഗസയിലേക്ക് സൗദി പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ പ്രഖ്യാപനങ്ങൾ തുടർ ദിനങ്ങളിൽ ഉണ്ടാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.